എല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ നമ്മൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രധാനമായും PSC മുൻ വർഷങ്ങളിൽ നടത്തിയിരുന്ന LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിലാണ് നമ്മുടെ സീരീസ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, ഹൃദയരാഗങ്ങൾ. ഹൃദയരാഗങ്ങൾക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. താഴെ പറയുന്നവയിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? താഴെ പറയുന്നവയിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, TP ഔസേപ്പ്. TP ഔസേപ്പിനാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം. ആൻസർ ഓപ്ഷൻ സി, ജഡായു. ജഡായു ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം. ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതാണ്? ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആര്? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ഡി, സജി ചെറിയാൻ. സജി ചെറിയാനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, അഡ്വക്കേറ്റ് MK സക്കീർ. അഡ്വക്കേറ്റ് MK സക്കീറാണ് നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. എന്നാൽ ഇപ്പോഴത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ MR ബൈജു. ഡോക്ടർ MR ബൈജു ആണ് നിലവിലത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, 13. 13 ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്. അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് അന്ന ബെന്നിന് 2021 ലഭിച്ചത്. ഡോക്ടർ ശോശാമ്മ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏതു വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ഡോക്ടർ ശോശാമ്മ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? ഓപ്ഷൻ എ, ശാസ്ത്രവും എഞ്ചിനീയറിംഗും. ഓപ്ഷൻ ബി, വൈദ്യശാസ്ത്രം. ഓപ്ഷൻ സി, സാമൂഹിക പ്രവർത്തനം. ഓപ്ഷൻ ഡി, മറ്റുള്ളവ. ആൻസർ ഓപ്ഷൻ ഡി, മറ്റുള്ളവ. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ, 2002. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി, അലൂമിനിയം, സിലിക്ക. അലൂമിനിയം, സിലിക്ക എന്നിവയാണ്
ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ. താഴെ തന്നിരിക്കുന്നതിൽ അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ബസാൾട്ട്. ബസാൾട്ടാണ് അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത്. 13ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വതനിരയ്ക്ക് ഉദാഹരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വതനിരയ്ക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ബി ആൻഡ് സി. ബി അറ്റ്ലസ്, സി ആൽപ്സ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം ഏതാണ്? കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മലവെള്ളപ്പാച്ചിൽ. മലവെള്ളപ്പാച്ചിലാണ് കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ UP. UPയിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം. 1,00,000-ലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? 1,00,000-ലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി നഗരം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം എപ്പോഴാണ്? ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ഡി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ശരത്കാലം അനുഭവപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പാലക്കാട്. പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ലഡാക്ക്, സസ്കർ. ലഡാക്ക്, സസ്കർ എന്നിവ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നവയാണ്. താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? ആൻസർ ഓപ്ഷൻ ഡി വില്യംസ് 3. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി വിശ്വാസ് മേത്ത. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കാവുന്ന പതാകയുടെ അളവ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കാവുന്ന പതാകയുടെ അളവ്. ആൻസർ ഓപ്ഷൻ സി 450 × 300 mm. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? ആൻസർ ഓപ്ഷൻ എ 28(1). സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം എത്രയാണ്? സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 293. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക്. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു?
വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ 8. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ടെന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം? ആൻസർ ഓപ്ഷൻ ഡി 1989 നവംബർ 20. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്? ആൻസർ ഓപ്ഷൻ എ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1885. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ഫസൽ അലി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി കഴ്സൺ പ്രഭു. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി കാൺപൂർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ റാണി ഝാൻസി റെജിമെൻറ്റ്. സന്താൽ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? സന്താൽ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി രാജ്മഹൽ കുന്നുകൾ. ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി മറാത്ത. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പാലക്കാട്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കബനി. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ചിങ്ങം 1. ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത്. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ സി കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി
KM ബീനാമോൾ. KM ബീനാമോൾക്കാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി തൃശൂർ. തൃശൂർ ജില്ലയിലാണ് ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി പള്ളിവാസൽ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി 4. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി തൃശൂർ. തൃശൂർ ജില്ലയിലാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രൊഫസർ KV തോമസ്. പ്രൊഫസർ KV തോമസിൻ്റെ പുസ്തകമാണ് എൻ്റെ കുമ്പളങ്ങി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി കിഴരിയൂർ ബോംബ് കേസ്. കിഴരിയൂർ ബോംബ് കേസാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം ഏതാണ്? തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 1949. 1949 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനായിരുന്നു ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചതാര്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? ആൻസർ ഓപ്ഷൻ ഡി പ്രാചീന മലയാളം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതായിരുന്നു? ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്. പ്രത്യക്ഷ രക്ഷാദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? പ്രത്യക്ഷ രക്ഷാദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ. കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാദൈവസഭ സ്ഥാപിച്ചത്. VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി നാടകം. ചുവടെ തന്നിട്ടുള്ളവയിൽ C കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? ചുവടെ തന്നിട്ടുള്ളവയിൽ C കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കോഴഞ്ചേരി പ്രസംഗം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 24. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കരൾ. കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു?
കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? ഓപ്ഷൻ എ രക്തം കട്ടപിടിക്കൽ, ഓപ്ഷൻ ബി പേശി പ്രവർത്തനം, ഓപ്ഷൻ സി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം, ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? പ്രസ്താവന എ രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. ഓപ്ഷൻ ബി പ്ലാസ്മയിൽ കാണപ്പെടുന്നു. ഓപ്ഷൻ സി മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ ഡി ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ ബി പ്ലാസ്മയിൽ കാണപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? പ്രസ്താവന 1 വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. പ്രസ്താവന 2 വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് മുടന്തരാണ്. പ്രസ്താവന 3 ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് ബധിരരാണ്. പ്രസ്താവന 4 ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 4ഉം. 1 വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. 4 ടാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അനാമിക. അന്തരീക്ഷത്തിലേക്കെത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം ഏതാണ്? അന്തരീക്ഷത്തിലേക്കെത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വാഹനങ്ങളിൽ നിന്നുള്ള പുക. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിൽ ആണ് കടുവകൾ കാണപ്പെടുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ബാക്ടീരിയ. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ. ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരേ ആറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ഒരേ ആറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ സി ഐസോടോപ്പുകൾ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി മോസ്ലി. മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഓക്സിജൻ. ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് ആണ് അയണിൻ്റെ അയിര്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നൈലോൺ. നൈലോണാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 60 ഡിഗ്രി. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ്? മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പ്രതലബലം. പ്രതലബലം മൂലമാണ്
മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണുന്നത്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് വസ്തുവിലൂടെയാണ്? ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് വസ്തുവിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഹരവസ്തുക്കളിൽ കൂടെ. ഹരവസ്തുക്കളിൽ കൂടിയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ സി, 4 ഡിഗ്രി സെൽഷ്യസ്. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം. ആൻസർ ഓപ്ഷൻ ബി, ഇരട്ടിയാകുന്നു.